നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടതും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപോലെ തരംഗം സൃഷ്ടിച്ചതുമായ ഗാനമാണ് ഫഹദ് ഫാസിൽ തകർത്താടിയ ആവേശം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ ഇല്ലുമിനാറ്റി. ഈ ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളെ അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പാക്കി മാറ്റിയ ഈ പാട്ടിലെ ഇല്ലുമിനാറ്റി എന്ന വാക്ക് ശരിക്കും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? കുറേ പേർ ധരിച്ചു വച്ചിരിക്കുന്ന ഇതേതോ വലിയൊരു ഭൂഗർഭ രഹസ്യ സംഘടനയാണ്, ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്നൊക്കെയാണ്. ഹോളിവുഡിലെ വലിയ നടന്മാരും ലോക കോടീശ്വരന്മാരും രാഷ്ട്രീയക്കാരുമൊക്കെ ഇതിൽ അംഗങ്ങളാണെന്നും ഇവരാണ് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതുമായ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? ഇത് വെറും കെട്ടുകഥയാണോ? അതോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ കളി നടക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇല്ലുമിനാറ്റിയുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചാണ്. ദുരൂഹതകൾ മാറ്റി നിർത്തി പച്ച മലയാളത്തിൽ കാര്യങ്ങൾ പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോകാം. വർഷം 1776. സ്ഥലം ജർമ്മനിയിലെ ബവേറിയ. അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദം വൈഷാപ്റ്റ് എന്നു പേരുള്ള ഒരു നിയമ പ്രൊഫസർ ഉണ്ടായിരുന്നു. അക്കാലത്ത് യൂറോപ്പിൽ കടുത്ത അന്ധവിശ്വാസങ്ങളും രാജഭരണവും ചർച്ചിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളുമൊക്കെയായിരുന്നു. ആളുകൾക്ക് സ്വന്തമായി ചിന്തിക്കാനോ ശാസ്ത്രം പറയാനോ ഉള്ള സ്വാതന്ത്ര്യം കുറവായിരുന്നു. ഇതിൽ മനം മടുത്ത ആദം വൈഷാപ്റ്റ് വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശാസ്ത്രത്തിനു വേണ്ടിയും തുല്യതയ്ക്ക് വേണ്ടിയും ചിന്തിക്കുന്ന കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അങ്ങനെ 1776 മെയ് 1 അദ്ദേഹം ഒരു രഹസ്യ സംഘടനയുണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ് ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം വെളിച്ചം കിട്ടിയവർ അല്ലെങ്കിൽ അറിവുള്ളവർ എന്നാണ്. തുടക്കത്തിൽ ഇതിലാകെ ഉണ്ടായിരുന്നത് 5 പേരായിരുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമില്ലേ? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത് വെറും 5 പേരുമായിട്ടാണ്. പക്ഷേ ഇവരുടെ ഐഡിയോളജി ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലം കൊണ്ട് യൂറോപ്പിലെ വലിയ വലിയ ചിന്തകന്മാരും എഴുത്തുകാരും ഡോക്ടർമാരും സമ്പന്നരുമൊക്കെ ഈ സംഘടനയിലേക്ക് രഹസ്യമായി വരാൻ തുടങ്ങി. ഏതാണ്ട് 2000-ഓളം ആളുകൾ വരെ ഈ സംഘടനയിൽ അംഗങ്ങളായി എന്നാണ് ചരിത്രം പറയുന്നത്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുകയായിരുന്നു. പക്ഷെ ഒരു രഹസ്യ സംഘടനയാകുമ്പോൾ അതിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. ഗ്രൂപ്പിനുള്ളിൽ തന്നെ ചില തർക്കങ്ങളുണ്ടായി. അങ്ങനെ ഈ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തായി. അക്കാലത്തെ ബവേറിയയിലെ രാജാവായ ചാൾസ് തിയോഡോറിന് വിവരം കിട്ടി, ഇങ്ങനെയൊരു സംഘടന ഇവിടെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. രാജഭരണത്തിനും ചർച്ചിനുമെതിരെ ചിന്തിക്കുന്നവരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ 1784 രാജാവ് ഒരു ഉത്തരവിറക്കി. ബവേറിയയിൽ ഇല്ലുമിനാറ്റി ഉൾപ്പെടെയുള്ള എല്ലാ രഹസ്യ കൂട്ടായ്മകളും നിരോധിച്ചു. 1785 മറ്റൊരു ഉത്തരവിലൂടെ രാജാവ് ഇല്ലുമിനാറ്റി എന്ന സംഘടനയെ പേരെടുത്ത് പറഞ്ഞ് നിരോധിച്ചു. 1787 ഓഗസ്റ്റിൽ ഇതേ ഉത്തരവ് കുറച്ചുകൂടി കർശനമായ രീതിയിൽ വീണ്ടും പുറത്തിറക്കി. അതുപ്രകാരം ഈ സംഘടനയിൽ അംഗങ്ങളാകുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനും വ്യവസ്ഥ ചെയ്തു. അംഗങ്ങളെയൊക്കെ പിടിച്ചകത്തിട്ടു. ആദം വൈഷാപ്റ്റിന് അവിടുന്ന് നാടുവിടേണ്ടി വന്നു. അങ്ങനെ തുടങ്ങിയതിൻ്റെ 11ാം വർഷം, അതായത് 1787 ഇല്ലുമിനാറ്റി എന്ന സംഘടന എന്നേക്കുമായി നിരോധിക്കപ്പെട്ടു. സംഘടന നിയമപരമായി ഇല്ലാതായി. പക്ഷേ ആളുകളുടെ മനസ്സിൽ നിന്നും ഇത് പോയില്ല. കഥകൾ അവിടെയാണ് തുടങ്ങുന്നത്. ഇല്ലുമിനാറ്റി നിരോധിക്കപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ വലിയൊരു വിപ്ലവമുണ്ടായി, ഫ്രഞ്ച് വിപ്ലവം. രാജഭരണം ഒക്കെ തകിടം മറിഞ്ഞ ആ സമയത്ത് ചില എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതി. അവർ പറഞ്ഞു, ഈ ഫ്രഞ്ച് വിപ്ലവം പെട്ടെന്നുണ്ടായതല്ല, ഇതിൻ്റെ പുറകിൽ പണ്ട് നിരോധിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇല്ലുമിനാറ്റിക്കാരാണ്. അവർ
ഭൂഗർഭ അറകളിലിരുന്ന് പ്ലാൻ ചെയ്തതാണിത്. ഇതിനൊന്നും ഒരു തെളിവുമുണ്ടായിരുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് ഈ കോൺസ്പിരസി തിയറി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇലുമിനാറ്റി എന്ന പേര് വിപണിയിൽ വീണ്ടും ഹിറ്റായി. അങ്ങനെയെങ്കിൽ അമേരിക്കൻ ഡോളറിൽ കാണുന്ന ആ പിരമിഡും കണ്ണുമൊക്കെ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പലരും വിചാരിക്കുന്നത് അത് ഇലുമിനാറ്റിയുടെ സിംബലാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഓൾ സീയിങ് ഐ അഥവാ എല്ലാ കോണിൽ നിന്നും നോക്കുന്ന ആ കണ്ണ് ദൈവത്തിൻ്റെ നോട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പഴയ ക്രിസ്ത്യൻ ചിഹ്നമാണ്. അമേരിക്ക എന്ന രാജ്യമുണ്ടായ സമയത്ത് അവരുടെ ഔദ്യോഗിക മുദ്രയിൽ ചേർത്തതാണ് അത്. എന്നാൽ കഥകൾ മെനയുന്നവർ അതിനെ കൊണ്ടുപോയി ഇല്ലുമിനാറ്റിയുമായി ലിങ്ക് ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ഇൻ്റർനെറ്റും സിനിമകളും വന്നതോടെ ഈ കഥകൾ വേറെ ലെവലിലേക്ക് മാറി. ആൻ ബ്രൗണിൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡെമൻസ് പോലുള്ള പുസ്തകങ്ങളും സിനിമകളും വന്നതോടെ ഇല്ലുമിനാറ്റി എന്നാൽ എന്തോ വലിയ സംഭവമാണെന്ന് ആളുകൾ അങ്ങ് ഉറപ്പിച്ചു. പോപ്പ് സ്റ്റാറുകൾ അവരുടെ മ്യൂസിക് വീഡിയോകളിൽ കൈകൊണ്ട് ത്രികോണം കാണിക്കുമ്പോൾ ആൾക്കാർ പറയും, കണ്ടോ അവരും ഇല്ലുമിനാറ്റിയാണ്. സത്യത്തിൽ ഈ താരങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇത്തരം മിസ്റ്ററികൾ ഇഷ്ടമാണെന്ന് അവർക്കറിയാം. അപ്പോൾ തങ്ങളുടെ ആൽബങ്ങൾ കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി മനഃപൂർവ്വം ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സ്വയം പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു അവർ. ഇതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മുടെ നാട്ടിലും ഈ ട്രെൻഡ് ഭയങ്കരമായി വന്നിട്ടുണ്ട്. സിനിമകളിലും പാട്ടുകളിലും ഇലുമിനാറ്റി റെഫറൻസുകൾ വരുന്നത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രം മാത്രമാണ്. അല്ലാതെ ഇവിടെ ആരും ഇരുട്ടിലിരുന്ന് ആരുടെയും ചോര കുടിക്കുകയോ ലോകം നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം കഥകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഈ ലോകം വളരെ വലുതാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും സാമ്പത്തിക മാന്ദ്യമുണ്ടാകാം, യുദ്ധങ്ങളുണ്ടാകാം, മഹാമാരികളുണ്ടാകാം. ഇതൊക്കെ വെറുതെ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ മനുഷ്യനിഷ്ടം ഇതിൻ്റെയൊക്കെ പിറകിൽ ഏതോ വലിയ തലച്ചോറുകളിരുന്ന് കളിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ്. ഇത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്. ചുരുക്കം പറഞ്ഞാൽ 250 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ കുറച്ചു പേർ തുടങ്ങിയ വെറും 10 വർഷം മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഇലുമിനാറ്റി. അതെന്നേ ഇല്ലാതായി. ബാക്കിയുള്ളതെല്ലാം മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇലുമിനാറ്റിയുടെ യഥാർത്ഥ കഥ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ സംശയങ്ങളും മാറട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.